ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് നമുക്ക് റെസിപ്പി നോക്കിയാലോ. സംഭവം ഈ റെസിപ്പി ഇല്ലേ, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അൽക്കുത്തറയിൽ പോയപ്പോഴേ ചിക്കൻ ചുടാൻ വേണ്ടിയിട്ടുണ്ടാക്കിയതായിരുന്നു കേട്ടോ. ഞങ്ങൾ വിറക് പറ്റിച്ചു. വിറക് എങ്ങനെ കത്തിച്ചിട്ടും ഒന്ന് കത്തും വേഗം അണിയും, അങ്ങനെ ആയിട്ട് ഞങ്ങൾക്ക് ചിക്കൻ ചുടാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾക്കറിയാം ഞങ്ങളെ ഭാഗ്യം, ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നൊന്നും നടക്കില്ലാന്ന്. ഞങ്ങൾ പോർട്ടബിൾ ഗ്യാസ് എടുത്തിരുന്നേ. പിന്നെ ഈ ചിക്കൻ ചുടുന്ന പ്ലാന് മാറ്റിയിട്ട് ചിക്കൻ പൊരിച്ചാലോന്നാക്കി. കൂടെ പൊറാട്ട ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളത് പൊരിച്ച് കഴിച്ചപ്പോൾ എന്തൊരു ടേസ്റ്റാണെന്നറിയോ. ചിക്കൻ ചുട്ടിട്ടുണ്ടെങ്കിൽ ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല തോന്നുന്നു, അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു ചിക്കൻ പൊരിച്ചപ്പോൾ. അതിന് ശേഷം ഞങ്ങളെപ്പോൾ ചിക്കൻ പൊരിക്കണമെങ്കിൽ ഈ മസാല ഇട്ടൊക്കെ കൂട്ടുക. സംഭവം വളരെ സിമ്പിളാണ്. കുറച്ച് ഉള്ളിയും കുറച്ച് തക്കാളിയും ചെറിയ പീസ് മതിയെ, കുറച്ച് മല്ലിച്ചപ്പും 2 പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും, പിന്നെ ആവശ്യത്തിനുള്ള പൊടികളിടണേ. ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇടണം കേട്ടോ. അത് കഴിഞ്ഞ് ലേശം വിനീഗറും ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്ത മസാല ചിക്കനിലിട്ടിട്ട് നല്ല കുഴച്ചെടുക്കണം കേട്ടോ. ആ മാഗി ക്യൂബും ചിക്കൻ മസാലയും ഉണ്ടെങ്കിൽ, ചിക്കൻ 65ൻ്റെ മസാല ഉണ്ടെങ്കിൽ ഇടാൻ മറക്കരുതേ. ഞാനത് ഇടാൻ മറന്നതായിരുന്നു അരച്ച സമയത്ത്, പക്ഷെ ഞാൻ ലാസ്റ്റ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടായ എണ്ണയിൽ ഈ ചിക്കൻ ഇട്ട് നല്ല പൊരിച്ചെടുക്കുക. 2 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ പെട്ടെന്നാട്ടോ പൊരിച്ചെടുത്തത്. അങ്ങനെ അടിപൊളിയായ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ റെഡി. എന്നാൽ പിന്നെ ചിക്കൻ മേടിച്ചോളിയും ഉണ്ടാക്കിക്കോളിയും. ബായ്.